അഞ്ജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുഖത്തിനും ശരീരത്തിനും ഒരുപോലെ കളറ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നാണ് ഷെയർ ചെയ്യുന്നത്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസിൽ ഓരോരോ ക്രീമുകളൊക്കെ തേക്കുന്നുണ്ട്, നാച്ചുറൽ ആയിട്ട് തേക്കുന്നുണ്ട്, കെമിക്കലായിട്ട് തേക്കുന്നുണ്ട്. എല്ലാം തന്നെ വളരെ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ വെളുപ്പ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാല് സ്ഥിരമായിട്ട് നമ്മുടെ ഫേസും നമ്മുടെ ശരീരവും എല്ലാം ഒരുപോലെ വെളുപ്പ് നിലനിൽക്കും. അതിനെന്താണ് കാര്യം എന്നാണ് പറഞ്ഞു തരാനായിട്ട് പോകും. സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള കുക്കുംബറിന്റെ നീര് അല്ലെങ്കിൽ ക്യാരറ്റ് നീര് എല്ലാം എടുത്ത് ഫേസിൽ തേക്കുന്നുണ്ട്, തക്കാളി ഇതെല്ലാം തേക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ല അല്ലെ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ഫേസിലെ ബ്രൈറ്റ്നസ് ഒക്കെ അങ്ങ് പോകും. അപ്പൊ ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ഫേസിൽ ബ്രൈറ്റ്നസ്, ശരീരത്തിലും ബ്രൈറ്റ്നസ് ഒക്കെ നിലനിർത്താനും ഫേസ് ഒക്കെ നല്ല തുടുത്തൊക്കെ ആയിട്ടിരിക്കാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാചക വിശേഷങ്ങളില്ലാത്ത വീഡിയോ എന്ത് വീഡിയോ അല്ലേ. അപ്പൊ പാചക വിശേഷങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ വീഡിയോയിൽ നിന്ന്. അപ്പൊ ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉപ്പുമാവ് കേട്ടോ. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി, ഉപ്പുമാവും പഴവും പപ്പടവും ഒക്കെയാണ്. എനിക്ക് ഉപ്പുമാവ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനുണ്ടല്ലോ ദോശ ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ നമുക്കൊരു ഉച്ചക്കത്തേക്കൊരു സാമ്പാർ വെക്കാമെന്ന് ഓർത്തിട്ട് സാമ്പാറിൻ്റെ പരിപ്പും ഉള്ളിയും കൂടെ എല്ലാം വേവിച്ചിട്ട് കഷ്ണം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം അത് വേകട്ടെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൂർക്ക മെഴുക്കുവരട്ടി വെക്കണം. അതും വേകാനായിട്ട് വെച്ചിരിക്കുന്നു, വെന്തിട്ടില്ല. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇതിനോടിടയ്ക്ക് നമ്മുടെ മീൻകാരൻ വന്ന് മീൻ കൊണ്ടു തന്നു. അപ്പോൾ ഇത് വേളൂരി കേട്ടോ. നല്ല നമുക്കിതിനെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമുക്കതിനെ വറ്റിച്ചെടുക്കാം. അതാണ് ഇതിന് ടേസ്റ്റ്. പിന്നെ ചാറും വെക്കുന്നവരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിനെ പറ്റിച്ചെടുക്കാമെന്ന് ഓർത്തിട്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. നല്ല പച്ച മീനും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി കേട്ടോ. നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി അങ്ങനെ സ്റ്റൗവിൽ കിടന്ന് നല്ല ഉപ്പേരി പരവും ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ വേളൂരി വറ്റിച്ചതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഉച്ചക്കത്തെ പരിപാടിക്കൊക്കെ ഏകദേശം ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത് ഒന്നും കൂടെ ഒന്ന് പറ്റണം, അത്രേ ഉള്ളൂ. ഇപ്പം നല്ല അടിപൊളി ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. മഴ കഴിഞ്ഞതും അതിൻ്റെ പുറകെ തന്നെ നല്ല അടിപൊളി വെയിലും വന്നിട്ടുണ്ട്. ഇനി എപ്പോഴാണ് പ്രകൃതിയുടെ സ്വഭാവം മാറുന്നതെന്നൊന്നും നമുക്കറിയാനായിട്ട് പറ്റില്ല. അപ്പം എല്ലാവർക്കും കുറച്ച് വെളുത്തിരിക്കുക എന്നുള്ളത് മിക്കവരുടെയും തന്നെ ഒരു ആഗ്രഹമാണ്. അത് അത്യാഗ്രഹമൊന്നുമല്ല, എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ചിലവർക്ക് വെളുത്തിരുന്നാലും കുഴപ്പമില്ല, കറുത്തിരുന്നാലും കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുണ്ട്, നല്ലതല്ലേ, ഏനയിലും ഇരിക്കട്ടെ എന്നുള്ളൊരു മട്ട്. പക്ഷെ അതങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ കുറെ ക്രീമുകളൊക്കെ മുഖത്തിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള വെളുപ്പുകളാണ് അതിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഗ്ലോയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉള്ളിലേക്കും കൂടെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കഴിക്കാനായിട്ടുണ്ട്. അതായത് ഫ്രൂട്ട്സ്, ഡ്രിങ്ക്സും, കുറച്ച് ഫ്രൂട്ട്സും ഡ്രിങ്ക്സും ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരമായിട്ട് നമുക്ക് ഈ വെളുപ്പം നിലനിൽക്കുകയും ചെയ്യും, ഗ്ലോ നിലനിൽക്കുകയും ചെയ്യും. അതുപോലെ ശരീരം ഫുള്ള് നിലനിൽക്കും. ഫേസിൽ മാത്രം തേക്കുമ്പോൾ ഫേസിൽ മാത്രമല്ലേ ആ ഗ്ലോയും വെളുപ്പും ഒക്കെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ കഴിക്കുന്നത് മൂലം നമ്മുടെ ഫേസും ശരീരവും എല്ലാം ഒരുപോലെ നിറം വെക്കും. ഇതിന്റെ കൂടെ കുറച്ച് ഫേസ് മസാജും കൂടെ ചെയ്തു കൊടുക്കുക. ഫേസ് മസാജിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ പോയി കാണുക. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇടാം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇടാം കേട്ടോ. അപ്പൊ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഡ്രിങ്ക്സിന്റെ ഒക്കെ കാര്യമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇതിനകത്തെല്ലാം വിറ്റാമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് ആണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പം അതായത് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ABC ജ്യൂസ്, നമ്മുടെ ABC ജ്യൂസ്. അപ്പൊ നമ്മള് ABC ജ്യൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ആപ്പിൾ ഉണ്ട്,
ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത്. അപ്പം ഈ 3 കാര്യങ്ങളിൽ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ആപ്പിളിന്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഒരു ആപ്പിളിന്റെ പകുതി. ബീട്രൂട്ടിന്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ബീട്രൂട്ടിന്റെ പകുതി എടുക്കാനായിട്ട് പറയുന്നത്. ക്യാരറ്റ് ചെറുതാണെങ്കിൽ 1, വലുതാണെങ്കിൽ പകുതി. ഇതെല്ലാം നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് അടിക്കുക. ജ്യൂസ് അടിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് അരിച്ചിട്ട് കുടിക്കാനായിട്ട് നിൽക്കരുത്. അരിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനകത്തെ വിറ്റാമിൻസും എല്ലാം അങ്ങ് നമ്മൾ ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അത് അരിക്കാതെ തന്നെ നമ്മൾ കുടിക്കുക. അതാണ് അതിൻ്റെതായ ഒരു രീതി. നിങ്ങൾ ഇതുണ്ടല്ലോ 1 മാസം ഒന്ന് കുടിച്ചു നോക്കിക്കേ. നല്ലതായിട്ട് നമുക്ക് വ്യത്യാസം അറിയാനായിട്ട് പറ്റും 1 മാസം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ. ഇതിനകത്ത് ക്യാരറ്റും ബീട്രൂട്ടും കുക്കുംബറുമാണ് ചേർക്കുന്നത്. അപ്പം ക്യാരറ്റ് പകുതി ചേർക്കുക, ബീട്രൂട്ട് നമ്മുടെ 1/4 ഭാഗം ചേർക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു, പിള്ളേരെ മറന്നുപോയല്ലോ, കുക്കുംബർ ഒരു ചെറിയ കുക്കുംബർ എടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ കുടിക്കുക. അതിനകത്ത് നമ്മൾ അരിച്ചെടുക്കാനായിട്ട് പാടില്ല. അതുപോലെ മധുരം ഒന്നും ഉപയോഗിക്കാനായിട്ടും പാടില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനകത്തെല്ലാം നല്ല പോലെ വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇത് ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്താ പറയുന്നത്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏതാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം ചെയ്യുക. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാതള നാരങ്ങയും ക്യാരറ്റും ബീട്രൂട്ടും. ഒരു ക്യാരറ്റിന്റെ പകുതി എടുക്കുക, ബീട്രൂട്ട് 1/4 ഭാഗം എടുക്കുക, മാതള നാരങ്ങ ചെറുതാണെങ്കിൽ 1 എടുക്കുക. അടിച്ചിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക. പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലെങ്കിൽ, ക്യാരറ്റ് എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ളതാണല്ലോ, കുക്കുംബറും ഉണ്ട്. ക്യാരറ്റും കുക്കുംബറും കൂടെ നിങ്ങൾക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. അതുപോലെ തന്നെ ബീട്രൂട്ടും കുക്കുംബറും കൂടെ നിങ്ങൾക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. എല്ലാം കൂടിയിട്ട് കഴിക്കണ്ട, ഏതെങ്കിലും ഒന്ന് മാത്രം കഴിക്കുക. എല്ലാ ദിവസവും കഴിക്കുക. 1 മാസം കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് മാറ്റം അറിയാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖവും ശരീരവും ഒരുപോലെ വെളുത്ത് കിട്ടാനായിട്ടുള്ള കാര്യമാണിത്. ആരും ഉള്ളിലോട്ടൊന്നും കഴിക്കാതെ ചുമ്മാ മുഖം മാത്രം വെളുപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുഖമൊക്കെ തുടുത്തൊക്കെ ഇരിക്കത്തുള്ളൂ, നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പം ഇത് നിങ്ങളൊന്ന് 1 മാസം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് കമന്റ് ബോക്സിൽ വന്നൊന്ന് കമന്റ് ഇടുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ.